സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സങ്കീർത്തനക്കാരൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിന് തൻ്റെ മക്കളോട് ഇതുപോലെയുള്ള സഹാനുഭൂതിയും മനസ്സലിവും നിറഞ്ഞ സ്നേഹമാണുള്ളത്. മനുഷ്യജീവിതത്തിൽ നിന്നുള്ള ഒരു രൂപകം ഉപയോഗിച്ച് ദാവീദ് ദൈവസ്നേഹത്തെ ചിത്രീകരിച്ച ഒരു നല്ല പിതാവ് തൻ്റെ മക്കളെ പരിപാലിക്കുന്ന പോലെ ആദരമാണെന്ന് അവൻ പറഞ്ഞു. ഒരു മനുഷ്യപിതാവ് തൻ്റെ മക്കളോട് അനുഭവം കാണിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം തന്നെ ഭയപ്പെടുന്നവരോട് സ്നേഹവും കരുണയും കാണിക്കുന്നു. തൻ്റെ ജനത്തോട് സഹതപിക്കുന്ന മനസ്സിൽ ഒരു പിതാവാണ് അവൻ. നാം ബലഹീനരായിരിക്കുന്നതും ജീവിതത്തിൽ മുറിപ്പാടുകൾ നിമിത്തം നാം സ്നേഹിക്കപ്പെട്ടവരാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മളുള്ള നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം വിശ്വാസം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തരുവാൻ വേണ്ടി തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് അവൻ തൻ്റെ മനസ്സിൽ പ്രകടമാക്കി. ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് ദൈവത്തോട് നമ്മോടുള്ള സ്നേഹം അനുഭവിക്കാൻ മാത്രമല്ല ക്രൂശിലേക്ക് നോക്കി അത് കാണാനും കഴിയും. നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ടായതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? അത് തെളിയിപ്പാനുള്ള മുറിപ്പാടുകൾ അവൻ്റെ പക്കലുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതും അവൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നതും തമ്മിൽ വിടവ് നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ മഹാപുരോഹിതനായ യേശുവിനെ നിങ്ങളെ എല്ലാ മുറിവുകളോടും മനസ്സലിവ് കാണിപ്പാൻ കഴിയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വികാരമാണ് ഒഴിവാക്കുക? പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, എന്നോടുള്ള അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ സ്നേഹത്തിന് നന്ദി. അങ്ങയുടെ മഹത്വത്തിനായി എൻ്റെ മുറിപ്പാടുകൾ ഉപയോഗിക്കണമേ. കഴിഞ്ഞ രാജ്യക്കാലം വരാവുന്ന ആപത്തവിടുന്ന രോഗ ദുഃഖം മണത്തുന്ന ദൈവം നമ്മെ കാത്തുവാച്ചു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ ആഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു കൂടി ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഒരു മണത്തരി പോലെ